ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ റെപ് ടെയിൽ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അവന്റെ കാമുകിയുടെ മരണം ഇത് അന്വേഷിക്കുന്ന പോലീസ് ഇങ്ങനെ ഒരു സാധാരണ കേസിൽ തുടങ്ങി ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും ഹീറോ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് പിന്നീട് നമ്മൾ ഈ മൂവിയിൽ കാണാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്രൈം ത്രില്ലർ മൂവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും അറിയാം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെയും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിട്ടുള്ള ബിൽ എന്ന് പറഞ്ഞ ഒരുത്തൻ ഒരു വീട് വിൽക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ വീട്ടിൽ തന്നെ സമ്മർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെണ്ണുണ്ട്. ഇത് ബില്ലിന്റെ കാമുകിയാണ്. അവളും റിയൽ എസ്റ്റേറ്റിന്റെ ഈ ഒരു മേഖലയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബില്ല് സമ്മറിന്റെ അടുത്തേക്ക് വന്ന് കുറച്ച് ഇഷ്ടം കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ എന്തോ വേറെ ഏതോ ഒരു ചിന്തയിലാണ്. അത് കഴിഞ്ഞ് സമ്മർ സ്വിമ്മിങ്ങിനായിട്ട് വന്നേക്കാണ്. അവിടെ വെച്ചിട്ട് അവളുടെ ഫ്രണ്ടിനോട് താൻ കണ്ടൊരു സ്വപ്നത്തെ പറ്റി പറയുന്നു. ഒരു കാറിലെ അവൾ ട്രാക്കിൽ പെട്ടുപോയി. കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ ട്രെയിൻ ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരുന്നു. അവൾ അതിൽ കുടുങ്ങിപ്പോയി എന്നുള്ള കാര്യം ഈ ഫ്രണ്ടിനോട് പറയുമ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത്. അപ്പോൾ ആ ഫ്രണ്ട് പറയും, ഒരുപക്ഷെ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അതിൽ പെട്ടുപോകും എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു സ്വപ്നം കണ്ടത്. അത് കേൾക്കുമ്പോൾ തന്നെ സമ്മർ ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു തെറ്റ് അവൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ബില്ല് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സമ്മറിനെ അവൻ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ബില്ല് ഏതോ ഒരു ബിസിനസ് മീറ്റിങ്ങിൽ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നു. ഒരുപക്ഷെ ഇവിടേക്കായിരിക്കാം അവളെ വിളിച്ചത്. അതുപോലെ ഈ ഒരു മീറ്റിങ്ങിൽ ബില്ലിന്റെ അമ്മയും അവനോടൊപ്പം തന്നെ ഉണ്ട്. പക്ഷെ ഇത്രയും നേരമായിട്ടും സമ്മർ വരാത്തത് എന്താണ് എന്നൊരു ടെൻഷനും അവന്റെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ബില്ല് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ സമ്മർ കട്ടിൽ കിടക്കുന്നു. ഹേയ്, എന്താ നീ മീറ്റിങ്ങിന് വരാൻ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയെന്ന് പറയും. ഇത്ര പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണെന്ന് നിനക്ക് അറിയത്തില്ലേ എന്ന് ദേഷ്യപ്പെട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവും. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ സമ്മർ ആ ഒരു വീട് വൃത്തിയാക്കാനായിട്ട് വെളിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ വീടെല്ലാം വൃത്തിയാക്കി ഇപ്പോൾ വെളിയിലുള്ള ഒരു ചെടിച്ചട്ടിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു പാമ്പിന്റെ സ്കിൻ ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പാമ്പുണ്ടോ എന്നുള്ള കാര്യം ആരോട് വിളിച്ചു പറയാൻ വേണ്ടി അവൾ ഫോൺ എടുക്കുന്നുണ്ട്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് ഇവിടെ ബില്ലിനെ കാണിക്കുമ്പോൾ ബില്ലിപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലം വിൽക്കാനായിട്ട് കാര്യത്തിന് നിൽക്കാണ്. അതേ സമയം വീട്ടിൽ ആരും ഒരാൾ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അത് ആരാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. അപ്പോൾ സമ്മർ അകത്ത് നിന്നിട്ട് ദേ ഞാൻ കിച്ചണിലുണ്ട് എന്ന് വന്ന ആളോട് ഇങ്ങനെ വിളിച്ചു പറയും. അതേസമയം ഇവിടെ ബില്ലിനടുത്ത് കാണിക്കുമ്പോൾ അവന്റെ ഫോണിൽ സമ്മർ വീട്ടിലേക്ക് വരാനായിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് അവൻ ഇപ്പോഴാണ് കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് നേരെ അവൻ വീട്ടിലേക്ക് പോകും. വീട്ടിൽ ചെന്നിട്ട് താഴെ നോക്കുമ്പോൾ അവളെ അവിടെ കാണുന്നില്ല. അങ്ങനെ നടന്ന് മുകളിലത്തെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, സമ്മർ അവിടെ മരിച്ചു കിടക്കുന്നു. അങ്ങനെ അതോടെ ആ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ടോം. അവനൊരു ഡിറ്റക്റ്റീവാണ്. ഇപ്പം തൻ്റെ ഭാര്യനെ കൂട്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ തന്നെ ടോമിനോടൊപ്പം വർക്ക് ചെയ്യുന്ന അവൻ്റെ കൊളീഗായിട്ടുള്ള രണ്ടുപേരുണ്ട്. ഒരാൾ സീനിയർ ആയിട്ടുള്ള ആലൻ, അതേപോലെ തന്നെ മറ്റൊരുത്തൻ അവൻ്റെ പേര് വാലി. അങ്ങനെ എല്ലാവരും ഡിന്നർ കഴിക്കുമ്പോഴാണ് ആലന് ഒരു കോൾ വരുന്നു. ഈ ഫോൺ എടുത്ത് വെളിയിലേക്ക് വന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കാറിൽ തിരിച്ചു പോകുമ്പോൾ കാറിൽ വെച്ചിട്ട് ആലൻ ഹീറോയോട് കാര്യം പറയുന്നുണ്ട്. അവനെന്തോ ഒരു ബ്രെയിൻ ഡിസീസ് ഉണ്ടെന്ന്. അങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എത്തുന്നത് കൊല നടന്നിട്ടുള്ള സമ്മർ മരിച്ചു കിടക്കുന്നല്ലോ ആ സ്ഥലത്തേക്കാണ്. അങ്ങനെ രണ്ടുപേരും ബാക്കിയുള്ള പത്രക്കാരെല്ലാം വെളിയിൽ നിർത്തിയിട്ട് ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി വരും. അകത്തേക്ക് കയറി വന്ന് നോക്കുമ്പോഴാണ് സമ്മറിന്റെ ദേഹത്ത് അവളെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയിരിപ്പുണ്ട്. അത്രയും ഫോഴ്സായിട്ട് കുത്തിയത് കൊണ്ട് എല്ലില് ആ കത്തി കുടുങ്ങിപ്പോയി. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഹീറോ നേരെ വെളിയിലേക്ക് വന്ന് ഒരു അയൽക്കാരുണ്ട്. അയാളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് അയാൾ പറയുന്നത്, ഞാൻ വെളിയിലെ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാറ് വീടിന് മുന്നിലേക്ക് വന്ന് അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി മുൻവാതിലിലൂടെ ഉള്ളിലേക്ക് പോകുന്നത് കണ്ടിരുന്നു. അതുപോലെ മുഖം അറിയാൻ കഴിഞ്ഞില്ല, കാരണം അയാൾ ഓടിയിട്ടേക്കുമായിരുന്നു. പക്ഷേ സാർ, ഒരു കാര്യം എനിക്കറിയാം, അയാൾ നടക്കുമ്പോൾ കാല് താങ്ങിയാണ് നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അതുമല്ല അവിടെ മരത്തിലായിട്ടൊരു സെക്യൂരിറ്റി ക്യാമറയുണ്ട്. അത് ഹീറോ ഇപ്പോൾ പരിശോധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ ബില്ലിനാണ് ചോദ്യം ചെയ്യുന്നത്. അല്ല, എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് പരസ്പരം അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും 1.5 വർഷമായിട്ട്. എപ്പോഴാണ് നീ അവളെ അവസാനമായിട്ട് കണ്ടത്? ഇന്ന് രാവിലെ. അതേപോലെ ഇന്നലെ ഇവർ രണ്ടുപേരും ചെറിയ വഴക്കുണ്ടായിരുന്നല്ലോ, ആ കാര്യവും അവൻ പറയുന്നുണ്ട്. എന്നിട്ട് ഹീറോയോട് ചോദിക്കും, വീട്ടിലേക്ക് വന്ന ഒരാളാരാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോന്ന് ചോദിക്കുമ്പോൾ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറയും. അവിടെ വെച്ചാണ് സമ്മർ മറ്റൊരു കാര്യം കൂടി പറയുന്നത്. സത്യത്തിലെ സമ്മർ വേറൊരു വിവാഹം കഴിച്ചതാണ്. അവളുടെ ഭർത്താവുമായിട്ട് അവൾ പിരിഞ്ഞിട്ടാണ് ബില്ലുമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ആ ഭർത്താവിൻ്റെ പേര് സാം എന്നാണ്. പക്ഷേ ഇതുവരെയും അവർ ഡിവോഴ്സ് വാങ്ങിയിട്ടില്ല. കൂടാതെ ഞാനും അവളും ഉടനെ തന്നെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചതാണ്. എൻ്റെ അമ്മയോട് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നും ബില്ല് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ ബില്ലിനെ ലൈ ഡിക്റ്റേറ്റർ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട ആ ഒരു സീനിയർ ആയിട്ടുള്ള അലനുണ്ടല്ലോ, അവൻ പറയും, ബില്ല് എന്തായാലും നമ്മളോട് നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട്. അവനെ ഇനിയിപ്പോൾ ഇവിടെ പിടിച്ചെടുത്തണോ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറയുമ്പോൾ ഇവരോടൊപ്പം തന്നെ മാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് ചീഫ് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹീറോ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ ഭാര്യ വീട്ടിലുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ കിച്ചൻ്റെ റെനോവേഷൻ വർക്കെല്ലാം നടക്കാണ്. അങ്ങനെയാണ് ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും അലനും അതേപോലെ തന്നെ മാർട്ടി ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. ഈ കേസ് ടോം തന്നെ അന്വേഷിക്കണമെന്ന് ഇത്ര നിർബന്ധമാണോ?
എന്നിവർ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയ്ക്ക് ഇതിനു മുന്നേ ഒരു മോശമായിട്ടുള്ള രീതിയിൽ പാസ്റ്റ് ഉണ്ട്. അത് ഈ കേസിൽ ബാധിക്കുമെന്നാണ് ഇവർ പേടിക്കുന്നത്. അപ്പോൾ അലൻ പറയും, സാർ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട, ഇതുപോലെയുള്ള കേസിൽ അവന് നല്ല എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ അത് കഴിഞ്ഞ് മാർട്ടി അലനും ഈ ന്യൂസ് ചാനലുകൾക്കെല്ലാം ഇന്റർവ്യൂ കൊടുക്കാണ്. അതുപോലെ ആ സമയത്താണ് ഇന്നലെ രാത്രി ക്രൈം സീനിൽ വന്ന അതേ ആള് ഇവിടേക്കും വരുന്നു. എന്നിട്ട് ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നുണ്ട്. ആരും അവനെ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ സമ്മറിന്റെ അട്ടോപ്സി റിപ്പോർട്ട് വന്നു. മൊത്തം 33 തവണയാണ് അവളെ കുത്തിയിട്ടുള്ളത്. അതുപോലെ അവളുടെ കൈകള് കയർ ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട്. അബ്യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ മരിക്കുന്നതിന് മുന്നേ അവള് ആരോടോ റൊമാൻറ്റിക് ആയിട്ടിരുന്നുള്ള കാര്യം മാത്രമേ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ സമ്മറിൻ്റെതല്ലാത്ത ഒരു മുടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ സമ്മറിന്റെ കയ്യിലെ ചുവന്ന കളർ പെയിന്റ് പറ്റിയതായിട്ടും ഇവർ കണ്ടുപിടിക്കും. അതുപോലെ ഇപ്പൊ ഇവർ കണ്ടുപിടിച്ച പെയിന്റ് ഇപ്പൊ ഏതോ ഒരു കമ്പനിയിലും ഉണ്ടാക്കുന്നില്ല. ഇത് പഴയ വീടുകളിലുള്ളതാണ്. അങ്ങനെ ഈ കാര്യം മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അത് കഴിഞ്ഞിട്ട് ആ ഒരു സെക്യൂരിറ്റി ക്യാമറ ഉണ്ടല്ലോ അതുവഴി നോക്കുമ്പോഴത്തേക്കും സമ്മറിനെ കാണാൻ വന്ന ആ ഒരാളുടെ കാറിന്റെ അടിഭാഗം മാത്രമേ ഇവർക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതുമല്ല ഒരു അയൽക്കാരനും ഈ കാർ കണ്ടിട്ടില്ല. അപ്പൊ ഇത് എന്ത് മോഡൽ കാർ ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയുടെ അസിസ്റ്റന്റ് അവൻ പറയും, സാർ ഇതൊരു ബിയൂക്ക് മോഡൽ കാറാണ് എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ കാർ ഏതാണെന്ന് മനസ്സിലായി. അതുമല്ല ആ സസ്പെക്ട് വന്നു പോയിട്ടുള്ള കാറിലെ ഒരു ടയറിലെ മെറ്റൽ പ്ലേറ്റ് ഉണ്ടല്ലോ അത് മിസ്സായിട്ടുണ്ട്. അങ്ങനെ ഇതുകൂടി കണ്ടുപിടിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയും ടീമും സാമും സമ്മറും അവസാനമായിട്ട് താമസിച്ച ആ ഒരു വീടുണ്ടല്ലോ അവിടെ പോയിട്ട് നല്ലതുപോലെ പരിശോധിക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് ആ വീടിനകത്ത് നിന്ന് സമ്മറും അവളുടെ ഭർത്താവും നിൽക്കുന്ന ഒരു ഫോട്ടോ ഇവർ കണ്ടുപിടിക്കുന്നത്. കൂടാതെ ഈ വീട്ടിൽ മോഷൻ സെൻസർ ടാപ്പുണ്ട്. കൈ ഇങ്ങനെ കാണിച്ചാൽ തന്നെ വെള്ളം വരുന്നത് പോലെ. ഹീറോ അതുപോലെ ചെയ്തു നോക്കുമ്പോഴത്തേക്കും വെള്ളം വരുന്നത് കണ്ടിട്ട് ഹീറോ പറയും, ഹേയ് ഈ കിച്ചൺ അടിപൊളിയായിട്ടുണ്ട്. പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഹീറോയുടെ വീട്ടിലും ഇതുപോലെ കിച്ചന്റെ വർക്ക് നടക്കാണല്ലോ. അത് കഴിഞ്ഞിട്ട് സമ്മർ സ്വിമ്മിങ്ങിന് വരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഹീറോയും അവന്റെ അസിസ്റ്റന്റും വന്നിട്ട് അവിടെ സമ്മറിന്റെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ അവൾക്ക് സമ്മറിന്റെയും അവളുടെ ഭർത്താവ് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇവരറിയുമെന്ന് ചോദിക്കുമ്പോൾ സമ്മറിനെ അറിയാം, പക്ഷേ അവളുടെ ഭർത്താവിന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും. ഓക്കെ, അവളെ ആരെങ്കിലും പിന്തുടരുന്നതായിട്ട് ഇടയ്ക്ക് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നും അറിയത്തില്ല എന്ന് ആ ഒരു ഫ്രണ്ട് പറയും. അങ്ങനെ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവർക്ക് അസിസ്റ്റന്റ് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ സമ്മറിന്റെ ഭർത്താവുണ്ടല്ലോ അവൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടിയുടെ തലമുടി കട്ട് ചെയ്യുന്നത് പോലെ ഒരു വീഡിയോ. അപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം വരും, ഈ മുടിയാണോ ഇനി ക്രൈം സീനിൽ നിന്ന് കിട്ടിയതെന്ന്. അതെന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ അവളുടെ ഭർത്താവിനെ എന്തായാലും ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അവന്റെ പേര് സാമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ സാമിനോട് വന്ന് സമ്മറിനെ പറ്റി പറയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്നും മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇല്ല നിങ്ങളുടെ ഭാര്യ മരിച്ചു, അതുപോലെ നിങ്ങൾ അവസാനമായിട്ട് കണ്ടുമുട്ടിയത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ 2 മാസം മുന്നെയാണെന്ന് അവൻ പറയും. അപ്പോൾ അസിസ്റ്റന്റ് ചോദിക്കും, ഓക്കെ കൊല നടന്ന ആ ഒരു ദിവസം നിങ്ങൾ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ സാമു പറയും, ഞാൻ ഇതുപോലെ അടുത്തുള്ള പുഴയിൽ മീൻ പിടിക്കാനായിട്ട് പോയിരുന്നു. അവിടെ വെച്ചാണ് ഇവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. സാമിന്റെ കയ്യിലും ഇതുപോലെ ആ ഒരു ചുവന്ന കളർ പെയിന്റ് ഇവർ കാണും. അപ്പോൾ അസിസ്റ്റന്റ് അല്ല അതൊന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ അവൻ പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് സാമു പറയും, ഞാൻ എന്തായാലും വക്കീലിനെ റെഡിയാക്കട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾ വന്നു എന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് കഥ കടയ്ക്കും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോയും അവന്റെ ഭാര്യയും ഒരു പാർട്ടിയിൽ ഡാൻസ് ചെയ്തുകൊണ്ട് തന്നെ ഈ കേസിനെ പറ്റി സംസാരിക്കുകയാണ് രണ്ടുപേരും. ഇപ്പോൾ ഹീറോയുടെ ഭാര്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇതുപോലെയുള്ള സ്ത്രീകളുടെ കേസുകളിലും അവരുടെ എക്സ് ആയിരിക്കും കുറ്റവാളികൾ. പിന്നെ കത്തി കൊണ്ട് ഒരുപാട് തവണ കുത്തണമെന്നുണ്ടെങ്കിൽ നല്ല വാശിയുണ്ടാവും. അതേപോലെ അവളുടെ ഭർത്താവ് ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവൻ തന്നെയായിരിക്കും കൊലയാളി എന്ന് ഈ ഭാര്യ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോ സമ്മറിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നോക്കുമ്പോഴാണ് ഒരുപാട് വീടുകൾ അവൾ സെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അധികം അങ്ങനെ കമ്മീഷനൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും സമ്മറിന് നല്ല ദേഷ്യം ഉണ്ടാവും. അങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ബില്ലിനെ കാണാനായിട്ട് ഹീറോ പോവാണ്. ഓക്കെ 6 വീട് വിറ്റിട്ടും എന്തുകൊണ്ടാണ് നിന്റെ ഗേൾ ഫ്രണ്ടിനെ കമ്മീഷനൊന്നും കിട്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത് ബില്ലിന്റെ അമ്മയാണ്. അവൾക്ക് കിട്ടാനുള്ള കമ്മീഷനെല്ലാം കാരണം വേറെ ഒന്നുമല്ല, സമ്മറിന് കിട്ടേണ്ട ആ ഒരു കമ്മീഷനെല്ലാം മറ്റൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവൾ ചിന്തിച്ചത് എന്ന് പറയും. അതുമല്ല സമ്മർ മരിച്ചിടുന്ന ആ ഒരു വീടുണ്ടല്ലോ അത് ബില്ലിന്റെ അമ്മയുടെ വീടാണെന്നും ഹീറോ മനസ്സിലാക്കും. അതുപോലെ സമ്മർ ഇതുവരെ ഡിവോഴ്സ് വാങ്ങാത്തത് കൊണ്ട് തന്നെ അവളുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അടുത്തായിട്ട് പോകുന്നത് അവളുടെ ഭർത്താവിലേക്കാണ്. ഒരുപക്ഷെ ഇതായിരിക്കാം സമ്മറിനെ അവളുടെ ഭർത്താവ് കൊല്ലാനായിട്ടുള്ള ഒരു കാരണം എന്നാണ് അസിസ്റ്റന്റ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹീറോ പറയും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നതും ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ബില്ലിനെ കാണിക്കുമ്പോൾ ബില്ലിനെ കാണാൻ വേണ്ടി ആ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള അയാളുണ്ടല്ലോ അയാൾ വന്നിട്ട് കുറച്ച് ലെറ്റർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വരേണ്ട ലെറ്ററാണ് ഇതെല്ലാം എനിക്കാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് അത് ബില്ലിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അതുമല്ല അവൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് സുഖമാണോ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബില്ല് പറയും അതെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബില്ലിന് എന്തായാലും അയാളെ അറിയത്തില്ല. പക്ഷെ അയാൾക്ക് ബില്ലിനെ ബില്ലിന്റെ ഫാമിലി എല്ലാവരും നല്ലതുപോലെ അറിയാം. അപ്പോൾ ബില്ല് വിചാരിക്കും ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ വന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ആ ഡോർ അടയ്ക്കുമ്പോഴത്തേക്കും അവൻ കാലുകൊണ്ട് ഡോറിലേക്ക് തന്നെ ചവിട്ടി പിടിക്കും. എന്നിട്ടാണ് ബില്ലിനോട് പറയുന്നത് സമ്മർ മരിച്ചില്ലേ അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ബില്ല് പ്ലീസ് നിങ്ങൾ കാലെടുക്കണമെന്നും പറഞ്ഞ്
ബില്ല് ദേഷ്യപ്പെടുമ്പോൾ അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രേഞ്ചർ ഇവിടെ വന്നിട്ട് പോയ കാര്യം ബില്ലിന്റെ അമ്മയും കാണുന്നുണ്ട്. അതേസമയം ഇവിടെ ഹീറോയും അവന്റെ അസിസ്റ്റന്റും ഈ കേസിനെ പറ്റി സംസാരിക്കുമ്പോൾ കൊല നടന്ന ആദ്യത്തെ ദിവസം ഗേൾഫ്രണ്ടിന്റെ ഫോൺ സിഗ്നല് ലിമ്മറിക് എന്ന് പറഞ്ഞൊരു നാട്ടിലുണ്ടായിരുന്നതായിട്ട് ഇവർ മനസ്സിലാക്കും. അതുമല്ല ആ കോൾ വന്ന ലൊക്കേഷനിൽ സമ്മർ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ട്. അതുമല്ല 14 മാസങ്ങൾക്ക് മുന്നേ വിറ്റ ആ ഒരു സ്ഥലത്തേക്ക് എന്തിനാണ് സമ്മർ വീണ്ടും പോയേണ്ട ആവശ്യം? അത് കഴിഞ്ഞ അടുത്ത സീനിൽ ഹീറോ നേരെ പോകുന്നത് ലിമ്മറിക് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് സമ്മർ വിറ്റ ആ ഒരു വീടുണ്ടല്ലോ അവിടേക്കാണ്. അങ്ങനെ ആ വീട് പോയിട്ട് നല്ലതുപോലെ പരിശോധിക്കുമ്പോഴാണ് അവിടെ ചുമരിലെ ചുവന്ന കളർ പെയിന്റ് അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ ചുവന്ന കളറിന്റെ ആ ഒരു പെയിന്റ് പാട്ടയും താഴെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ വീട്ടിലെ കെയർ ടേക്കർ അവിടേക്ക് വരുന്നതും ഹീറോ അവരോട് ചോദിക്കും, അല്ല ഈ ചുമരാരാ പെയിന്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിവിടെ ചർച്ചിലെ വാലണ്ടിയർമാരുണ്ട്, അവരാണ് ചെയ്തതെന്ന് പറയും. അങ്ങനെ ആ ഒരു കെയർ ടേക്കറിനടുത്ത് സമ്മറിന്റെ ഫോട്ടോ, ബില്ലിന്റെ ഫോട്ടോ, കൂടാതെ ഇവരുടെ വീട്ടിൽ വന്ന ആ ഒരു സ്ട്രേഞ്ചർ ഉണ്ടല്ലോ അവന്റെ കാറിന്റെ ഫോട്ടോ ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതുപോലെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ല സാർ ഞാനൊന്നും കണ്ടില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവരിൽ നിന്നും ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല. പക്ഷേ സമ്മറിന്റെ കയ്യിൽ ആ ഒരു ചുവന്ന പെയിന്റ് എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായി. അത് ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് കാറിലേക്ക് വന്നിരിക്കുമ്പോഴാണ് അവന്റെ അസിസ്റ്റന്റ് വിളിച്ചിട്ട്, സാർ ക്രൈം സീനിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു മുടിയില്ലേ അതൊരു വിഗിലെ മുടിയാണ്. അതേപോലെ സമ്മറിന്റെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ബേർണർ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൽ നിന്നും 6 തവണ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്പർ ട്രേസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കൊല നടന്ന ആ ദിവസം രാവിലെയാണ് ആ ആപ്പിലെ ഈ നമ്പർ ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അതുമല്ല സമ്മറിന് മാത്രമാണ് കോൾ പോയിട്ടുള്ളത്. കൊല നടന്നതിന് ശേഷം അത് ഇന്നാക്റ്റീവും ആയിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നതും ഇപ്പം അത് കഴിഞ്ഞിട്ട് ഹീറോ തന്റെ കയ്യിലുള്ള ആ ഒരു കാറിന്റെ ഫോട്ടോ ഉണ്ടല്ലോ അത് തന്റെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുത്ത് ഇതൊരു ബിയോക് മോഡൽ കാറാണ് എന്ന് നമ്മളോട് പറയും. അപ്പോഴാണ് അവന്റെ ഭാര്യ പറയുന്നത്, ഇത് ബിയോക് മോഡൽ കാറൊന്നുമല്ല, ഇതൊരു ക്രൈസ്റ്റ മോഡൽ കാറാണെന്ന് ഈ ഭാര്യ പറയും. കാരണം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഇതുപോലൊരു കാർ എനിക്ക് വാങ്ങി തന്നിരുന്നു എന്നും പറയും. അത് കേൾക്കുമ്പോഴാണ് ഇത്രയും നാള് ഒരു തെറ്റായിട്ടുള്ള കാറാണ് ഹീറോ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് ഇപ്പം മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സമ്മറിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അവിടെ എല്ലാവരും ഉണ്ട്. അതേസമയം തന്നെ ഇവിടെയെല്ലാം ഒളിഞ്ഞിരുന്ന ആരോ ഒരാൾ കാണുന്നത് പോലെ. അപ്പൊ ആ കാര്യം ബില്ലും മനസ്സിലാക്കും. എന്നിട്ട് ഒളിഞ്ഞു നിൽക്കുന്ന ആ ഒരാളുടെ പിറകെ ബില്ല് നടന്നു പോകുന്നതും അയാൾ അവിടെ നിന്ന് പെട്ടെന്നങ്ങ് പോകുന്നു. ബില്ലിന് അവനെ പിടിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അവിടെ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ ഹീറോ കാറിലിരിക്കുന്ന കാര്യം ബില്ല് കണ്ടിട്ട് നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്ന് ഇതുപോലെ എനിക്കൊരു പരാതി പറയാനുണ്ട് എന്നും പറഞ്ഞ് ആ ഒരു സ്ട്രേഞ്ചർ ഉണ്ടല്ലോ അവൻ വീട്ടിൽ വന്ന കാര്യം പരാതിയായിട്ട് പറയും. അതുപോലെ സ്ട്രേഞ്ചറിന്റെ പേര് ഫിലിപ്പ് എന്നാണ്. തന്റെ അച്ഛന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എല്ലാം നടത്തുമ്പോൾ ഈ വീടെല്ലാം വെച്ചിട്ട് അത് വിൽക്കാൻ വേണ്ടി ഒരു വ്യവസായ കുടുംബത്തിൽ നിന്നും കുറച്ച് സ്ഥലം ബില്ലിന്റെ അമ്മ വാങ്ങിയിരുന്നു. അത് നല്ല വില കൊടുക്കാന്ന് പറഞ്ഞിട്ടും ആ കുടുംബം ഒരിക്കലും സ്ഥലം വിൽക്കാനായിട്ട് തയ്യാറായില്ല. പിന്നെ വേറെ എന്തോ ഒരു കാരണം കൊണ്ട് അവർ ആ സ്ഥലം വിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കുടുംബത്തിലെ ഗ്രഹനാഥനുണ്ടല്ലോ അയാൾ സൂയിസൈഡ് ചെയ്തു. ഇതിന് കാരണം എന്റെ കുടുംബമാണെന്നാണ് ആ ഒരു ഫാമിലി വിശ്വസിക്കുന്നത്. ആ കുടുംബത്തിലെ അയാളുടെ മകനാണ് ഫിലിപ്പ് എന്നുള്ള കാര്യവും ബില്ലിപ്പോ ഹീറോയോട് പറയും. അതുപോലെ ഒരു തവണ ഫിലിപ്പ് ഞങ്ങളുടെ കമ്പനിയിലെ സെർവർ ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഇപ്പോഴാണെങ്കിലോ വീട്ടിൽ വന്ന് എപ്പോഴും ശല്യം ചെയ്യാണ് എന്നുള്ള രീതിയിലൊരു പരാതി നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കും. അതുപോലെ സാർ ഇപ്പോഴും ഈ ഒരു ചടങ്ങിൽ ഒളിഞ്ഞു നിന്ന് നോക്കിയത് അവനാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ശരി അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ അവനെ കാണുമ്പോൾ അപ്പോൾ തന്നെ എന്നെ വിളിക്കണമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ വെച്ച് ആ ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ അയാളെ ഫിലിപ്പ് കുട്ടിക്കാലത്ത് എന്തോ ഒരു ഹരാസ്മെന്റിൽ അവന് മാനസികമായിട്ട് പ്രശ്നമുള്ളതായിട്ടില്ല ഒരു വീഡിയോ എടുത്ത് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു ക്രൈം സീനിലും ഇവനുണ്ടായിരുന്നു എന്നും കൂടി പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ സമ്മർ ഉണ്ടല്ലോ അവളുടെ 3 മാസത്തെ കോൾ റെക്കോർഡും ഡീറ്റെയിൽസും ഹീറോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിലെ ഒരു സമയം പോലീസിനെ വിളിച്ചിട്ട് സമ്മർ ഈ ഡ്രഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ളൊരു കാര്യം കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും FBI ഈ ഡ്രഗ് കേസെല്ലാം ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ FBI സമ്മറിന് കൊടുത്തിരുന്നു. പക്ഷേ സമ്മർ ഒരിക്കലും ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവളുടെ പരാതി പറഞ്ഞില്ല. അങ്ങനെ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയും അസിസ്റ്റന്റും ഫിലിപ്പിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഫിലിപ്പ് വീട്ടിൽ നിന്നും ഈ കാല് മുടഞ്ഞാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അവനെ കാണുന്നതും ഓക്കെ സമ്മറിന്റെ മരണത്തെ പറ്റിയാണ് ചോദിക്കാൻ വന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഫിലിപ്പ് പറയുന്നുണ്ട്, അതാരാണ് ചെയ്തതെന്ന് എനിക്കറിയാം, കൊലയാളി ഞാൻ കാണിച്ചു തരട്ടെ. ഓക്കെ ആരാണെന്ന് പറയുമ്പോൾ അത് വേറെ ആരുമല്ല ബില്ലാണ് എന്ന് ഫിലിപ്പ് പറയും. അപ്പോൾ ഹീറോ പറയും, അല്ല നിങ്ങളല്ലേ ബില്ലിന്റെ വീട്ടിൽ പോയിട്ട് അവനെ ഭീഷണിപ്പെടുത്തിയായിട്ട് എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയിരുന്നു, എന്നിട്ട് അവൻ തന്നെ കൊലയാളിയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഫിലിപ്പ് പറയും, ഇല്ല ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇനി ഒരു തവണ കൂടി നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ എന്തായാലും അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഫിലിപ്പ് പറയും, അന്ന് സമ്മർ മരിച്ചപ്പോൾ ബില്ലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് രാത്രി അവിടേക്ക് വന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ബില്ലും അവന്റെ കുടുംബവും ഭയങ്കര ഫ്രോഡുകളാണ്. അങ്ങനെയാണെങ്കിൽ സമ്മറിന്റെ കൊലപാതകമായിട്ട് നിനക്ക് ബന്ധമില്ല എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതെ ഒരു ബന്ധമില്ല എന്ന് പറയും. അപ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ നിന്റെ കയ്യിൽ നിന്ന് DNA സാമ്പിൾസ് ഞങ്ങൾ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഫിലിപ്പ് അതിന് മാത്രം സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഫിലിപ്പ് പറയും, ശരി ഞാൻ എൻ്റെ വക്കീലിനോടൊന്ന് സംസാരിക്കട്ടെ
എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഹേയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ സാമ്പിൾ കൊടുക്കാനായിട്ട് എപ്പോഴാണോ അറിയാവുന്നത് അപ്പോഴെന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയും അവൻ്റെ കൂട്ടാളികളും ഈ കേസിനെ പറ്റി സംസാരിക്കുകയാണ്. ഇപ്പോൾ അവർ അന്വേഷിച്ചപ്പോൾ കൊല നടന്ന ആ ഒരു ദിവസം സാം ഇതുപോലെ മീൻ പിടിക്കാനായിട്ട് പുഴയുടെ അടുത്തേക്ക് പോയിരുന്നു. അവൻ്റെ ട്രക്ക് ആ ഒരു പുഴയുടെ അടുത്തേക്ക് പോയതായിട്ട് കൺഫേം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും കൊലയാളി എന്നും പറഞ്ഞ് 3 പേരുടെ പേര് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് മടക്കി കുലുക്കിയിട്ട് നോക്കാൻ പോവാണ്. ഇപ്പോൾ 3 പേരെയാണ് ഇവർ സംശയിക്കുന്നത്. ഒന്ന് ബില്ലി, പിന്നെ അവളുടെ ഭർത്താവായിട്ടുള്ള സാം, കൂടാതെ ഫിലിപ്പ്. അതുമല്ല അവളുടെ വീട്ടിൽ വന്ന ഒരു കാർ ആരുടേതാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഹീറോ പറയും, എൻ്റെ സംശയം എന്തായാലും ബില്ലിലാണ്. അപ്പോൾ അലൻ പറയും, എൻ്റെ സംശയം അവളുടെ ഭർത്താവായിട്ടുള്ള സാമിലും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിലെ സമ്മറിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവള് ഹീറോയെയും അതേപോലെ തന്നെ ആ ഒരു അസിസ്റ്റന്റിനെയും വിളിച്ചിട്ട് അവരോട് പുതിയൊരു കാര്യം പറയുന്നു. ഇവിടെയാണ് മറ്റൊരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ടെസ്റ്റ്. അവൾ പറയുന്നത് എന്താന്ന് വെച്ചാല് സമ്മറും അവളുടെ ഭർത്താവ് സാമും ഒരിക്കലും വേർപിരിഞ്ഞിട്ടില്ല, അവർ രണ്ടുപേരും തമ്മിൽ അടുപ്പമുണ്ട്, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവർ കാണാറുണ്ട് എന്നുള്ള കാര്യം പറയുന്നതും. അതുപോലെ സമ്മർ മരിക്കുന്ന ആ ഒരു ദിവസവും അവളും അവളുടെ ഭർത്താവായിട്ടുള്ള സാമും നേരിട്ട് കണ്ടിരിക്കണം. അതുപോലെ അന്ന് അവർ റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കണം അവൻ്റെ കയ്യിലുള്ള ആ പെയിൻറ് അവളുടെ കയ്യിലും പറ്റിയത് എന്നുള്ള കാര്യം ഹീറോ മനസ്സിലാക്കുന്നതും. ഹീറോ ഇപ്പോൾ ആ ഒരു ഫ്രണ്ടിനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അന്ന് ഞങ്ങൾ വന്ന് ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ സമ്മറിൻ്റെ ഭർത്താവിനെ നിനക്ക് അറിയത്തില്ല എന്നല്ലേ പറഞ്ഞേ, ഇപ്പോൾ എന്താ അവനെ അറിയാമെന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ അതിന് അവൾ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ എക്സ് ആണ് എന്നോട് പറഞ്ഞത് പോലീസിനോട് മറുപടി ഒന്നും പറയേണ്ടതെന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ എക്സും ഇതുപോലെ സമ്മറിൻ്റെ ഭർത്താവായിട്ടുള്ള സാം ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, എന്ത് വർക്കാണ് അവർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡ്രഗ് വിൽക്കുന്നതായിട്ട് അവർ പറയും. പക്ഷെ അവർ തമ്മിലുള്ള ആ ഒരു ബിസിനസ്സിൽ എനിക്കൊരു ബന്ധമില്ല എന്ന് അവൾ പറയും. അതുപോലെ ഇടയ്ക്ക് സമ്മർ പോലീസിനെ വിളിച്ചിട്ട് ഈ ഒരു ഡ്രഗ് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട എന്തൊരു പരാതി പറഞ്ഞിരുന്നല്ലോ, ഒരു ഇവരെ പറ്റിയായിരിക്കും അത് പറഞ്ഞത്. അങ്ങനെ അടുത്ത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ബില്ലുണ്ടല്ലോ, അവനെ നമ്മുടെ ഹീറോ അവൻ്റെ കൊളീഗ്സ് ഇവരെല്ലാവരും കൊല നടന്ന ആ ഒരു വീട്ടിലെ അവനെ ചോദ്യം ചെയ്യാണ്. ഓക്കെ, ആ ബോഡി ആദ്യം കണ്ടപ്പോഴത്തേക്കും നിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നെല്ലാം കാണിച്ചു തരാൻ പറയുമ്പോൾ സമ്മറിനെ ആലോചിച്ച് അവൻ പെട്ടെന്ന് വിഷമിക്കും. അത് കഴിഞ്ഞ അടുത്ത സീനിൽ ഹീറോയും അവൻ്റെ അസിസ്റ്റന്റും സാമിനെ കാണാനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമ്മറിന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ആ ഒരു DNA ഇവനുമായിട്ട് മാച്ച് ആവുന്നുണ്ട് എന്ന് പറഞ്ഞ് അവനെ അറസ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാം പറയും, അതെ ഞാൻ അവളെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്നു, അതുകൊണ്ടായിരിക്കും എൻ്റെ DNA നിങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ അസിസ്റ്റന്റ് അവനെ അറസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഹീറോ ആ വീടെല്ലാം പരിശോധിച്ച് നോക്കുമ്പോഴാണ് അതിനകത്തൊരു 3D പെയിന്റിങ് കാണുന്നത്. ആ പെയിന്റിങ്ങിലെ പെണ്ണിനെ ഒരു വിഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ബസ്സിൽ നിന്ന് ആ ഒരു പെണ്ണിന്റെ മുടി ഇവൻ കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ അത് നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് തോക്ക് ഫയർ ആവുന്ന ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് വെച്ചാൽ സാം അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് 2 തവണ ഷൂട്ട് ചെയ്ത് ആ ഒരു ജനാല വഴി ചാടി പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനു മുന്നേ തന്നെ ഹീറോ സാമിനെ ഷൂട്ട് ചെയ്യും. ബുള്ളറ്റ് കൊള്ളുന്നതും സാം സ്പോട്ടിൽ തന്നെ മരിച്ചു. അപ്പോൾ അവൻ രക്ഷപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ അങ്ങനെ ചെയ്തത്. പക്ഷേ അവൻ മരിച്ചു പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞ് സാമിന്റെ വീട് മുഴുവനായിട്ട് ഇവർ പരിശോധിക്കുമ്പോൾ 13 കിലോ ഡ്രഗ്സ് അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവരോടൊപ്പം വർക്ക് ചെയ്യുന്ന വാലി ആ ഡ്രഗ് എല്ലാം അവൻ്റെ വണ്ടിയിൽ എടുത്തുകൊണ്ട് പോകുന്നു. അതുപോലെ ഹീറോ പറയും അവൻ്റെ വീട്ടിൽ ഇത്രയും ഡ്രഗ് ഉള്ളതുകൊണ്ടായിരിക്കും അവൻ പോലീസിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അതുപോലെ സാമിനെ ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഹീറോയുടെ കയ്യിലുള്ള ആ ഒരു തോക്ക് ആലൻ വാങ്ങി വെക്കുന്നുണ്ട്. ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നും പറഞ്ഞിട്ട് ഹീറോ വണ്ടിയിൽ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ അടുത്ത ദിവസത്തെ ന്യൂസിൽ കാണിക്കുന്നതെന്ന് അറിയോ, സമ്മറിനെ കൊന്നത് അവളുടെ ഭർത്താവായിട്ടുള്ള സാമാണെന്നും അതുകൊണ്ട് തന്നെ സാമിനെ പോലീസ് ഷൂട്ട് ചെയ്ത് കൊന്നു എന്നാണ് ന്യൂസിൽ പറയുന്നത്. ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, സാമു ചിലപ്പോൾ ഇവരെ ഷൂട്ട് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചത് അവൻ്റെ വീട്ടിൽ അത്രയും ഡ്രഗ് ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലാതെ സമ്മറിനെ കൊന്നത് ഒരിക്കലും അവനായിരിക്കത്തില്ലാന്ന് ഹീറോ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വിചാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സംശയിക്കുന്ന ആൾ വന്ന കാറ് ക്രൈസ്റ്റൽ എന്ന് പറഞ്ഞിട്ടൊരു കാറാണ്. അതേപോലെ തന്നെ അവൻ്റെ കാലിൽ നിന്നൊരു മുടന്തുകൊണ്ട് ഇതും സാമുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ സാമിനെ കില്ലർ എന്ന് പറഞ്ഞിട്ട് ഈ കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഹീറോയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ഈ കാര്യം തൻ്റെ ഭാര്യയോട് പറയുമ്പോഴത്തേക്കും ഭാര്യ പറയും, നിങ്ങൾ എന്തായാലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, മരിച്ചവൻ എന്തായാലും നല്ലൊരുത്തനല്ലല്ലോ, നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു, അവൻ മരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതും. ഇപ്പോൾ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഹീറോ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിലെ താൻ ഏതൊരു വീട്ടിൽ നിൽക്കുന്നതായിട്ടും അതിനകത്തേക്ക് കുറേ കൊലയാളികൾ വന്നിട്ട് ഷൂട്ട് ചെയ്ത് ആരെയെ കൊല്ലുന്നതായിട്ടാണ് അവൻ കാണുന്നത്. പക്ഷേ ഹീറോയെ കൊണ്ട് ഒരിക്കലും തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാണ്ട് കഴിയുന്നില്ലെന്ന് പറയും. അപ്പോൾ ആ ഒരു ഡോക്ടർ പറയും, ഓക്കെ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് പതിവാണ്, ഒരുപാട് പേര് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, പക്ഷേ സാമിനെ ഷൂട്ട് ചെയ്ത് കൊന്നതിന് ശേഷം അതേ സ്വപ്നം ഞാൻ കാണുമ്പോൾ ഇത്തവണ എനിക്ക് തോക്കെടുത്ത് ആ സ്വപ്നത്തിലുള്ളവരെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നെന്ന് പറയും. അങ്ങനെ സാമിനെ ഷൂട്ട് ചെയ്ത ആ ഒരു കേസിലെ അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഹീറോ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് ജോയിൻ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോ തൻ്റെ കൊളീഗ്സുമായിട്ട് ഒരുമിച്ചിരുന്ന് കാർഡ് കളിക്കും. ആ സമയത്താണ് വാലി എന്ന് പറഞ്ഞ അവൻ്റെ സുഹൃത്തുണ്ടല്ലോ, അവൻ തൻ്റെ പ്രൈവറ്റ് കമ്പനിയിൽ ഡിറ്റക്റ്റീവായിട്ട് നിനക്ക് ജോലി തരാം എന്ന് പറയുമ്പോൾ ഹീറോ വാലിയുടെ കയ്യിലെ ഒരു റോളക്സ് വാച്ച് ഉണ്ട്, ഇത് കൊള്ളാന്ന് പറയുന്നതും
അവൻ അത് ഊരി ഹീറോയുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ഹീറോ പറയും ഇല്ലില്ല, അതെന്തായാലും എനിക്ക് വേണ്ട, ഇത് നിന്റെ വാച്ചാണെന്ന് പറഞ്ഞ് തിരിച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കും ഓക്കെ നിനക്ക് ലേഡീസിന് ആരെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇല്ല വേണ്ട, എനിക്ക് കല്യാണമായി, അതുകൊണ്ട് എന്തായാലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അലൻ ഹീറോയോട് പറയും ഓക്കെ നീ ഒരു കേസ് അവസാനിപ്പിച്ചത് കൊണ്ട് തന്നെ നിനക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു മെഡൽ വാങ്ങി തരാമെന്ന് പറയുമ്പോൾ ഇല്ല ആവശ്യമില്ല, ഒരാളെ കൊന്നെന്നും പറഞ്ഞിട്ട് എനിക്ക് മെഡൽ എന്തായാലും വേണ്ടാന്ന് പറഞ്ഞ്. ഇപ്പോൾ അടുത്ത സീനിൽ സമ്മർ മരിച്ചു കിടന്നെടുത്ത് നിന്ന് എടുത്ത ഫോട്ടോസ് എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവളുടെ കയ്യിൽ ആരോ കടിച്ചതുപോലെ പല്ലിൻ്റെ പാടുകളുണ്ട്. അതൊരു ദന്തൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് അതൊരു മനുഷ്യൻ്റെ പല്ലിൻ്റെ പാടുകളാണെന്ന് അവർ കൺഫേം ചെയ്യും. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഹീറോ ഒരുപക്ഷെ സാമു തന്നെയാണ് കൊലയാളിയെങ്കിൽ അവൻ്റെ പല്ല് ഇതുമായിട്ട് മാച്ച് ആവുമല്ലോ. ഇപ്പം അതിനെപ്പറ്റി അന്വേഷിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും അലനുണ്ടല്ലോ, അവൻ ചോദിക്കും അല്ല കേസ് അവസാനിച്ചില്ലേ, പിന്നെ എന്തിനാ ഇതിൻ്റെ പിറകെ നീ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഹീറോ പറയും എന്തായാലും നമ്മുടെ കാര്യം നമ്മൾ നല്ലതുപോലെ അന്വേഷിക്കണ്ടേ എന്നും പറഞ്ഞിട്ട് അതിനുള്ള അനുവാദവും വാങ്ങി നേരെ സാമിൻ്റെ ശരീരം ചെന്ന് പരിശോധിച്ച് അവൻ്റെ പല്ല് ഇതുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഈ ഡെഡ് ബോഡിയിൽ കടിച്ച ഒരു പാട് അത്ര ഡീപ്പായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് കൺഫേം ചെയ്യാനായിട്ട് അവരെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അലൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അലൻ ചോദിക്കും ഓക്കെ ഇപ്പം നമുക്ക് കേസ് അവസാനിപ്പിക്കാമല്ലോ, ഇനി നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഒന്നുമില്ല എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ ന്യൂസിൽ ഒരു ആക്സിഡന്റ് കേസിനെ പറ്റി പറയാണ്. ഒരു കാറിലെ 16 കിലോ ഡ്രഗ്സ് കൊണ്ടുപോയതായിട്ടും ആ ഒരു കാർ ആക്സിഡന്റ് ആയിട്ട് അതെല്ലാം പോലീസ് എടുക്കുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഹീറോ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് സാമിന്റെ വീട്ടിൽ നിന്ന് എടുത്ത അതേ ഡ്രഗാണത്. ഈ കാര്യം ഹീറോ നോട്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ കാര്യം ഫിലിപ്പും നോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഡ്രഗ് കൊണ്ടുപോയ ഈ കാറിൽ ഡ്രഗ് കൊണ്ടുപോയ ആ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്യുന്നത് അവൻ കാണും. അപ്പോൾ തന്നെ ബില്ലിന്റെ കമ്പനിയുടെ ആ ഒരു പരസ്യ നോട്ടീസ് ഉണ്ടല്ലോ, അതിൽ ഫോട്ടോ എടുത്തിങ്ങനെ നോക്കുമ്പോൾ അതിൽ കൺസ്ട്രക്ഷൻ വർക്കറായിട്ട് ജോലി ചെയ്യുന്ന ഒരുത്തനെയാണ് ഈ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ബില്ലിപ്പോൾ ഹീറോയെ വിളിക്കുകയാണ്. എന്നിട്ട് തൻ്റെ ഓഫീസിലേക്ക് വരാൻ പറയും. അങ്ങനെ ഇവർ അവിടേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ ഓഫീസിൽ ആരോ അതിക്രമിച്ച് കയറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഡോർ തുറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു ചെയർ വെച്ചിട്ട് ആ ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ചാണ് അകത്തേക്ക് കയറിയിട്ടുള്ളത്. അതുമല്ല വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബില്ലും അവൻ്റെ അമ്മയും ഞങ്ങൾക്ക് വേറെ ആരുടെ മേലിലും സംശയമില്ല എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് പറയും ഒരുപക്ഷെ ഇത് ഫിലിപ്പ് ചെയ്തായിരിക്കാം. അപ്പോൾ ഇത് കേൾക്കുന്ന ബില്ല് പറയും പക്ഷെ സാർ ഓഫീസിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു രേഖകളും പോയിട്ടില്ല എന്ന് അവനും പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോയുടെ ഭാര്യയുണ്ടല്ലോ, അവളെ കാണിക്കുമ്പോൾ അവൾ വീട്ടിലൊറ്റയ്ക്കാണ് കിടക്കുന്നത്. കാണിക്കുമ്പോഴത്തേക്കും വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവൾ ഇവിടുന്ന് ഞെട്ടി എഴുന്നേൽക്കും. അതേസമയം ഹീറോ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീടിൻ്റെ അടുത്ത് കാണിക്കുമ്പോഴാണ് അവൻ്റെ ഭാര്യ കയ്യിൽ തോക്കുമായിട്ട് ഫിലിപ്പിനെ ചൂണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഫിലിപ്പ് പറയുന്നത് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ബില്ലും അവൻ്റെ കുടുംബവും വളരെ മോശപ്പെട്ട ആളുകളാണ്. അവർ വൈറ്റ് ഫിഷ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വെച്ചിട്ട് സമ്മറിനെ പറ്റിക്കുമായിരുന്നു. അതുപോലെ ബില്ലിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനെയാണ് ഇപ്പോൾ പോലീസ് ആ ഡ്രഗ് കൊണ്ടുപോയതിന് അറസ്റ്റ് ചെയ്തത്. അതുപോലെ ഇവർ ആ ഒരു ഡ്രഗ് അവരുടെ കമ്പനിയുടെ മറവിൽ വെച്ച് മണി ലോണ്ടറിങ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പോലീസ് അവിടേക്ക് വന്നിട്ട് ഫിലിപ്പിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അതുപോലെ ഹീറോ സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫിലിപ്പ് ഇപ്പോൾ ഇവരുടെ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതുമല്ല ബില്ലിൻ്റെ ഓഫീസിൽ കയറിയതും ഫിലിപ്പ് തന്നെയാണ്. അങ്ങനെ ഫിലിപ്പിനെ അവിടെ നിന്ന് കൊണ്ടുവന്നതും അവിടെ ഒരു പെൻഡ്രൈവ് ഇരിക്കുന്നത് ഹീറോ കാണും. അതെടുത്ത് നോക്കുമ്പോഴാണ് അത് വെച്ചത് ഫിലിപ്പ് തന്നെയാണ്. അങ്ങനെ ആ പെൻഡ്രൈവ് എടുത്തിട്ട് തൻ്റെ ലാപ്ടോപ്പിലിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിൽ സമ്മർ സെയിൽ ചെയ്ത ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുമല്ല അവൾ വിറ്റ ആ ഒരു വീടുകളിൽ നിന്നെല്ലാം ഡ്രഗ് പിടിച്ചെടുത്തതായിട്ടും കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ വീടുകളെല്ലാം വാങ്ങിയതോ വൈറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയും. പക്ഷേ ഈ ഒരു കച്ചവടത്തിലെല്ലാം ഒരിക്കലും സമ്മറിന് കമ്മീഷനും കൊടുത്തിട്ടില്ല. അതുമല്ല വൈറ്റ് ഫിഷ് വാങ്ങിയ ആ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം ബില്ലിൻ്റെ കമ്പനിയാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മുടെ ഹീറോ അടുത്ത ദിവസം തന്നെ പോയി കാണുന്നുണ്ട്. അതിന് വെളിയിലെല്ലാം ബില്ലിൻ്റെ ആ ഒരു കമ്പനി ഉണ്ടല്ലോ അവർ സെയിൽ ചെയ്യുന്നത് പോലെ ആ ഒരു ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഫിഷ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി ഇപ്പോൾ എന്തായാലും ആക്റ്റീവ് അല്ല. പക്ഷെ ആ കമ്പനിക്ക് മറ്റൊരു കമ്പനിക്ക് എന്തോ ഒരു ലിങ്ക് ഉണ്ടെന്നുള്ള കാര്യം ഹീറോ ഇപ്പോൾ മനസ്സിലാക്കും. അപ്പോൾ മറ്റൊരു കമ്പനി ഏതാണെന്നറിയോ? അത് ഹീറോയുടെ സുഹൃത്തായിട്ടുള്ള വാലി എന്ന് പറഞ്ഞ ഒരു ഓഫീസർ ഉണ്ടല്ലോ അവൻ നടത്തുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ വരുന്നത് സ്റ്റേഷനിലേക്ക്. അവിടെ വന്നിട്ട് ഇപ്പം അടുത്തായിട്ട് കുറച്ച് ഡ്രഗ്സ് ഒരു കാറിൽ നിന്ന് പിടിച്ചെടുത്തല്ലോ അതെല്ലാം കാണണമെന്ന് അവിടെയുള്ള ഒരു ഓഫീസറിനോട് ഹീറോ പറയും. അപ്പോൾ ആ ഓഫീസർ ഹീറോയോട് പറയുന്നുണ്ട് ഇപ്പം അറസ്റ്റായ ആ ഒരു പയ്യനില്ലേ അവൻ നമ്മുടെ സ്റ്റേഷനിലെ ഒരു ഇൻഫോമർ ആയിരുന്നു. പക്ഷെ അവനെ തന്നെ ഇപ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് ഈ പോലീസുകാരെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രഗിൻ്റെ പാക്കറ്റ് ഹീറോ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ സാമിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തതും അതേപോലെ തന്നെ ഈ കാറിൽ നിന്ന് ഇപ്പോൾ ഇവർ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഈ ഡ്രഗ് പാക്കറ്റും രണ്ടും ഒന്നാണ്. ഇത് മനസ്സിലായ ഹീറോ ഒന്നും അറിയാത്തതുപോലെ ഓക്കെ സാമിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ആ ഒരു ഡ്രഗ് പാക്കറ്റ് എല്ലാം നിങ്ങൾ എവിടെ വെച്ചേക്കുന്നത് ചോദിക്കുമ്പോൾ ഓഫീസർ പറയും അതെല്ലാം നശിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് കൊണ്ടുപോയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അത് വാലിയാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സാമിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ഡ്രഗ് പാക്കറ്റുകൾ വെച്ചിട്ട് അത് നശിപ്പിക്കാതെ വാലി അത് വെച്ച് തന്നെ ഈ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ബില്ലിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആ ഒരു ഇൻഫോമറെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫിലിപ്പ് ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങാണ്.
ഇറങ്ങുമ്പോൾ തന്നെ അവൻ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്നാരാ ജാമ്യത്തിൽ ഇറക്കിയെന്ന് ചോദിക്കുമ്പോൾ കോടതിയിൽ പണം ആരോ കെട്ടിവെച്ചു, അതുകൊണ്ട് നിന്നെ ജാമ്യത്തിൽ പറഞ്ഞുവിടാണ്. അപ്പോൾ എന്തായാലും അത് ചെയ്തത് ഹീറോ ആയിരിക്കും, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഹീറോയ്ക്ക് അവൻ കൊടുത്തിരുന്നല്ലോ, അതുകൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ ഈ ഡ്രഗ് കേസിൽ അറസ്റ്റായ ഒരു പയ്യനുണ്ടല്ലോ, അവൻ്റെ കോൾ റെക്കോർഡുകളെല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കാണ് കൊല നടന്ന അന്നത്തെ ദിവസം 10-17 വട്ടം ഏതോ ഒരു നമ്പറിലേക്ക് അവൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ നമ്പറിലേക്ക് ഹീറോ വിളിച്ചു നോക്കുമ്പോൾ അത് വേറെ ആരുടേതോ അല്ല, അത് ബില്ലിൻ്റെ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ബില്ലിനെ പറ്റിയുള്ള എന്തോ ഒരു സത്യം ഈ ഒരു പയ്യന് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ വാലി ഇവനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രഗ് കേസ് ഇവൻ്റെ മുകളിൽ കെട്ടിവെച്ചിട്ട് അവൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ ഫിലിപ്പിനെ കാണിക്കുമ്പോൾ ഫിലിപ്പിൻ്റെ വീട്ടിനകത്ത് ആരോ കയറിയതുപോലെ പെട്ടെന്ന് തന്നെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് സമ്മർ മരിച്ചല്ലോ, ആ ദിവസം എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരികയാണ്. അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. സമ്മർ മരിക്കാറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കിടക്കുമ്പോഴും അവളുടെ അടുത്ത് തന്നെ ബില്ല് നിൽപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ തന്നെയായിരിക്കണം കൊലയാളി. എന്നിട്ട് അവനെ വേറെ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. അതേസമയം ഫിലിപ്പിൻ്റെ വീട്ടിൽ കയറിയത് ആരാണെന്ന് കാണിക്കുമ്പോൾ അത് വേറെ ആരില്ല, ബില്ല് തന്നെയാണ്. ഓഫീസിൽ നിന്നെടുത്ത ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം നീ തിരിച്ചു തന്നു കഴിഞ്ഞാൽ കേസ് ഞാൻ പിൻവലിക്കാം. പക്ഷെ ഒരിക്കലും അതിന് ഫിലിപ്പ് സമ്മതിക്കത്തില്ല. അപ്പോൾ തന്നെ ആ വീടിൻ്റെ മുൻ ഡോർ തുറന്നിട്ട് ആരൊരാൾ അകത്തേക്ക് കയറി വരുന്നതും ബില്ല് ഇത് കണ്ട് ചോദിക്കുന്നുണ്ട് ഫിലിപ്പിനോട്, ഓ അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നേരത്തെ തന്നെ അറിയാമല്ലേ, പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. ഇപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഹീറോ ഫിലിപ്പിനെ കാണാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഫിലിപ്പ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇവിടെ വന്നിട്ടുള്ള ബില്ലും അതേപോലെ തന്നെ മറ്റൊരാളും കൂടി കയറി വന്നല്ലോ, ഒരുപക്ഷെ അത് വാലി ആയിരിക്കാം. ഇവർ രണ്ടുപേരും ഫിലിപ്പിനെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് അവൻ്റെ ശരീരം കുഴിച്ചു മൂടിയിരിക്കാം. നമുക്കറിയത്തില്ല, അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകാം. ഇപ്പം അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഹീറോ അവൻ്റെ ഭാര്യ ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുകയാണ്. അപ്പോഴാണ് ബില്ല് അവൻ്റെ പുതിയ കാമുകിയായിട്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരുന്നു. അവൻ്റെ അമ്മ അവിടെയുണ്ട്, അതേപോലെ തന്നെ അവരുടെ പുതിയ ക്ലയൻസും അവിടെയുണ്ട്. ഇത് കാണുന്ന ഭാര്യ അവൻ്റെ കാമുകി ഇപ്പോഴാണ് മരിച്ചത്, അതിന് മുന്നേ അടുത്തൊരു കാമുകി എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ നേരെ എഴുന്നേറ്റ് ബില്ലിനടുത്തേക്ക് ചെന്ന് അവനോട് എന്തോ ഒരു കാര്യം പറഞ്ഞ് നടന്നു വരുന്നു, പക്ഷെ എന്താണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ വരുന്നത് ബില്ലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ബില്ല് സെയിൽ ചെയ്യാൻ പോകുന്ന മറ്റൊരു വീട്ടിലേക്ക് ഹീറോ വന്ന് ആ വീട് മുഴുവനായിട്ട് ഇപ്പോൾ ചുറ്റി നടക്കുന്നുണ്ട്. പെട്ടെന്നാണ് ബില്ല് നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അവിടെയാണ് ഒരു ടെസ്റ്റ്, ഒരിക്കലും അത് സത്യമല്ല, ഹീറോ കണ്ട സ്വപ്നമായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ഇപ്പോൾ വന്നത് അലൻ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കാണ്. അവിടെ ഹീറോയും ഭാര്യയും വരുന്നു, അതേപോലെ തന്നെ വാലി എന്ന് പറഞ്ഞാൽ അവൻ വരുന്നുണ്ട്. പക്ഷെ അവന് ഹീറോ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം വാലിയും ബില്ലും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഹീറോയ്ക്ക് മനസ്സിലായി. ഇപ്പോൾ വാലി ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, അല്ല ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, നീ എന്താ എന്നെ മൈൻഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ വലിയ രീതിയിൽ മറുപടി ഒന്നും പറയത്തില്ല. എന്നിട്ട് ഹീറോയുടെ ഷൂവിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പെൻഡ്രൈവ് എടുത്ത് അലൻ ഉണ്ടല്ലോ ആ സീനിയർ അയാളുടെ കയ്യിൽ കൊടുക്കാണ്ട് ചെല്ലും. അപ്പോൾ അലൻ പറയും, ടോം നിനക്കെന്തായാലും നാളെ മെഡൽ കിട്ടാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹീറോയ്ക്ക് അടുത്തൊരു സംശയം. ഇപ്പോൾ വാലിനെയും അതേപോലെ തന്നെ അലനെയും രണ്ടുപേരെ ഹീറോയ്ക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൻഡ്രൈവ് അവരുടെ കയ്യിൽ കൊടുക്കാതെ അത് ഷൂവിനുള്ളിലേക്ക് തന്നെ വെക്കും. അതുപോലെ ആ ഒരു മെഡൽ കിട്ടുന്നതിൽ ഹീറോയ്ക്ക് വലിയ സന്തോഷമില്ല, കാരണം ഈ ഒരു കേസ് ഇങ്ങനെയല്ല അവസാനിപ്പിക്കേണ്ടത് എന്ന് ഹീറോയ്ക്ക് അറിയാം. അതുപോലെ ഇപ്പോൾ ഹീറോയോടൊപ്പം വർക്ക് ചെയ്യുന്ന അവരെ പോലെ അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഹീറോ അലൻ്റെ വീട്ടിലെ ആ ഒരു ഗ്യാരേജിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു കാറ് മൂടിയിട്ടേക്കുന്നു. അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അത് ആ ഒരു ക്രൈസ്ലാം മോഡൽ കാറാണ്. ഈ കാറാണ് സമ്മറിൻ്റെ വീട്ടിൽ അന്ന് വന്നിട്ട് പോയത്. അപ്പോൾ അതിനെപ്പറ്റി അലനോട് ഹീറോ ചോദിക്കുമ്പോഴത്തേക്കും അവൻ കറക്റ്റായിട്ടുള്ള മറുപടി പറയുന്നില്ല. ഇത് ഞാൻ വേറൊരാൾക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്നെല്ലാം എന്തൊക്കെയോ മറുപടിയാണ് അവൻ പറയുന്നത്. അപ്പോൾ ആ വേറൊരാൾ വേറെ ആരുമല്ല, അത് ബില്ല് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വാലി മാത്രമല്ല അലനും ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായി. ഇപ്പോൾ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ ഒരിക്കലും സത്യസന്ധരല്ല എന്നുള്ള കാര്യം ഹീറോ മനസ്സിലാക്കുമ്പോൾ ഹീറോയ്ക്ക് അത് അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ഇതിനു മുന്നേ തൻ്റെ പാർട്ണറിൻ്റെ ഒരു കേസിൽ ഹീറോ അന്വേഷണം നടത്തുമ്പോൾ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ സ്റ്റേഷനിലുള്ള എല്ലാവരും ആ കേസിൽ ഹീറോയോട് ഒന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആ സ്ഥലത്ത് നിന്ന് ഹീറോ ട്രാൻസ്ഫർ വാങ്ങിയിട്ട് ഈ നാട്ടിലേക്ക് വന്നത്. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെയുള്ളവരും അത്ര നല്ല ആൾക്കാരല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ പാർട്ടി കഴിഞ്ഞിട്ട് ഹീറോയും അവൻ്റെ ഭാര്യയും തിരിച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഒരു പോലീസ് വണ്ടി ഇവരുടെ പിറകെ തന്നെ വരുന്നു. ഇത് കണ്ട ഹീറോ വണ്ടി കുറച്ച് സൈഡിലേക്ക് നിർത്തും. കുറേ കഴിഞ്ഞിട്ടും ആ പോലീസ് വണ്ടിയിൽ നിന്നും ആരും വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. ഇത് കാരണം സംശയപ്പെട്ട ഹീറോ പെട്ടെന്ന് തോക്ക് കയ്യിലേക്ക് എടുക്കുന്നതും ഇപ്പോൾ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് വന്ന്, സിഗ്നലിൽ നിങ്ങൾ വണ്ടി നിർത്തിയില്ല, അതുകൊണ്ടാണ്, അതോ ഇനി നിങ്ങളുടെ വീട് വരെ ഞങ്ങൾ ഫോളോ ചെയ്ത് വരണോ എന്ന് ഹീറോയെ കളിയാക്കുന്ന രീതിയിൽ അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. അതുകൊണ്ട് ഹീറോ ഒന്നും മിണ്ടത്തില്ല. അത് കഴിഞ്ഞ് ഹീറോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നതും ഈ പോലീസ് വണ്ടി പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ ഭാര്യ ചോദിക്കും, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് ഹീറോ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും അവൻ്റെ ഭാര്യയോട് പറയുന്നത്. വൈറ്റ് ഫിഷ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ബില്ലും വാലിയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഇതിൽ വാലി എന്താ ചെയ്യുന്നതെന്നറിയോ,
ഡ്രഗിന്റെ പാക്കറ്റ് സമ്മർ വിൽക്കാൻ പോകുന്ന ആ ഒരു വീട്ടിൽ നേരത്തെ തന്നെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ആ വീട് പോലീസ് സീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വൈറ്റ് ഫിഷ് കമ്പനി ആ വീട് വാങ്ങും. ഇതിലൂടെ സമ്മറിന് കിട്ടേണ്ട ആ ഒരു കമ്മീഷനാണല്ലോ, അത് അവൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. ഒരവസരത്തിൽ സമ്മറിന് ഈ കാര്യം എങ്ങനെയോ മനസ്സിലായി. അത് മറ്റുള്ളവരോട് പറയുമെന്നുള്ള ആ ഒരു പേടിയിലാണ് സമ്മറിനെ അവർ കൊന്നത്. അപ്പോൾ അവൻ്റെ ഭാര്യ ചോദിക്കും, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള അലനോട് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അവനും ഇവരുടെ കൂടെയുള്ള ഒരാളാണ്. ഇത് കേട്ട് ഭാര്യ ഷോക്കാകുമ്പോഴത്തേക്കും അതെ, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാറിലെ അത് അലൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ ചോദിക്കും, നിങ്ങളത് മനസ്സിലാക്കിയെന്ന് അലൻ മനസ്സിലാക്കിയെന്ന് ചോദിക്കുമ്പോൾ അതെ അവൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ എന്തായാലും ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. കാരണം തൻ്റെ കൂട്ടാളികൾ തന്നെ കൊല്ലുമെന്നുള്ള പേടി ഹീറോയ്ക്കുണ്ട്. അവരെത്രത്തോളം അപകടകാരികളാണെന്ന് ഹീറോ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും തന്നെ അലൻ ഹീറോയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, നീ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം, അതിനുള്ള മറുപടി നാളെ ഞങ്ങൾ തരാം, നമുക്കൊരിടത്ത് കണ്ടുമുട്ടിയാലോ. അപ്പോൾ ഹീറോ പറയും, ഓക്കെ നമുക്ക് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ചെല്ലുന്നത് മാർട്ടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസ് ചീഫ് ഉണ്ടല്ലോ അയാളെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല ആളുകളും ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ വാലിയും അതേപോലെ തന്നെ ബില്ലും കൂടി ചേർന്ന് ഈ ഡ്രഗ്സ് പല വീടുകളിലും കൊണ്ടുവച്ചിട്ട് സ്കാം ചെയ്ത് ആ വീടെല്ലാം വിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയ സമ്മർ അതുകൊണ്ടാണ് പോലീസിൽ ഈ വിവരം അറിയിക്കാതെ FBI വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞത്. അതുപോലെ അതിൻ്റെ ഉള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ആ ഒരു പെൻഡ്രൈവും ആ ചീഫിൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ചീഫ് ചോദിക്കും, ഓക്കെ അലൻ്റെ വീട്ടിൽ ആ ഒരു കാർ കണ്ടില്ലേ, അതിനുള്ള മറുപടി അവൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ആർക്കോ വേണ്ടി വാങ്ങിയതാണെന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ മാർട്ടി പറയും, അവന് 40 വർഷമായിട്ട് എനിക്കറിയാം, അവൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ചീഫ് ആ പെൻഡ്രൈവ് കാണിച്ചിട്ട് ഇതിനെപ്പറ്റി വേറെ ആർക്കെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല വേറെ ആർക്കും അറിയത്തില്ല എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ചീഫും ഹീറോയും അലനെ കാണാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് ഒരുമിച്ചാണ് പോകുന്നത്. അതുപോലെ ആ വീടിൻ്റെ താഴെയായിട്ട് കുട്ടികളിൽ നിന്ന് എന്തോ കളിക്കുന്നുണ്ട്. അപ്പോൾ അലൻ ചോദിക്കും, ആ കാറിനെ പറ്റി ചോദിക്കാനാണോ നിങ്ങൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഈ കേസിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട് എന്ന് ഹീറോ പറഞ്ഞിട്ട് അലൻ ഇപ്പോൾ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോയി സംസാരിക്കാം എന്ന് പറയുമ്പോൾ ചീഫ് ഞാനിന്ന് റെസ്റ്റ് റൂമിലേക്ക് പോയിട്ടെ എന്നും പറഞ്ഞിട്ട് അയാൾ ബാത്റൂമിലേക്ക് കയറി പോകുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുന്നതും ഇവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. ഇപ്പോൾ അലൻ പെട്ടെന്ന് ഹീറോയോട് പറയും, നീ ആ പെൻഡ്രൈവ് ചീഫിൻ്റെ കയ്യിൽ കൊടുത്തോ, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും മരിക്കാൻ പോകണം, അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കോ എന്ന് പറയുന്നതും ആ ഒരു ചീഫും ഇതിലൊരു പ്രധാന ആളാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കിയ ഹീറോ നേരെ ബാത്റൂമിനടുത്തേക്ക് ചെന്നിട്ട് പെട്ടെന്ന് ഡോർ തുറന്ന് ചീഫിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ചീഫ് തോക്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനു മുന്നേ തന്നെ ഹീറോ ചീഫിനെ ഷൂട്ട് ചെയ്യും. അതേസമയം അലൻ ഉണ്ടല്ലോ, അവൻ നേരെ മുകളിലത്തെ റൂമിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അലനെയും ആരോ ഷൂട്ട് ചെയ്യുന്നു. അത് വേറെ ആരുമല്ല, വാലി. അപ്പോൾ ഇത്രയും നേരം വാലി മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അലൻ പറഞ്ഞത് ഹീറോയോട് മുകളിലേക്ക് പോയി നമുക്ക് സംസാരിക്കാമെന്ന്. ഇപ്പോൾ ഹീറോ മുകളിലേക്ക് നടന്നു ചെല്ലുമ്പോഴത്തേക്കും വാലി ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ തോക്ക് കാണിക്കുന്നു. ഹീറോ തിരിച്ചും തോക്ക് കാണിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ഈ വെളിയിൽ പിള്ളേരിൽ നിന്ന് കളിക്കുമായിരുന്നല്ലോ, അതിലൊരു കല്ല് വന്നിട്ട് ഇവരുടെ ജനാലേക്ക് തട്ടും. അപ്പോൾ വാലി പെട്ടെന്ന് അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നതും ഈ ഗ്യാപ്പിൽ ഹീറോ വാലിയെ ഷൂട്ട് ചെയ്യും. അപ്പോൾ പകരം വാലി ഹീറോയെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോയുടെ കയ്യിൽ ചെറിയ രീതിയിൽ മാത്രമേ പരിക്ക് പറ്റുന്നുള്ളൂ. അങ്ങനെ വാലി താഴെ കിടക്കുമ്പോൾ അവൻ്റെ ജീവൻ പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയും, പ്ലീസ് പെട്ടെന്ന് തീർക്കാൻ പറയുമ്പോൾ വാലി എത്രയൊക്കെ തെറ്റ് ചെയ്താലും തൻ്റെ സുഹൃത്തായതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് അത് മാത്രം ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ എമർജൻസിക്ക് കോൾ ചെയ്യും. അതുമല്ല വെളിയിൽ കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു കുട്ടികൾ വീടിനടുത്തേക്ക് വന്ന് അകത്തേക്ക് നോക്കി ഹീറോയെ കാണുന്നുണ്ട്. ഹീറോ അവരെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ അങ്ങനെ ഒരു കല്ലെടുത്ത് എറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഹീറോ രക്ഷപ്പെട്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ബില്ലെന്ന് പറഞ്ഞവനുണ്ടല്ലോ, അവൻ ഇതിലൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒറ്റയ്ക്കിരുന്ന് രക്ഷപ്പെട്ടിങ്ങനെ നിൽക്കാണ്. പക്ഷെ ഒരു കാര്യമില്ല, അതിന് മുന്നേ തന്നെ പോലീസ് വന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിൽ ആ ഒരു മുറിവെല്ലാം മാറി. ഇപ്പോൾ അവൻ്റെ വീട്ടിലെ കിച്ചണിലെ ആ ഒരു റെനോവേഷൻ വർക്കെല്ലാം കഴിഞ്ഞു. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു മോഷൻ സെൻസർ ടാപ്പ് ഉണ്ടല്ലോ, അതും കിച്ചണിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതോടെ ഈ മൂവി അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഹീറോ ഒരിക്കലും പണത്തിന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. തൻ്റെ സാധാരണ ഒരു ജീവിതം, ജോലിയിൽ വിശ്വസ്തനായിട്ട് വർക്ക് ചെയ്യുക, ഇതൊക്കെയാണ്. പക്ഷെ അവൻ്റെ കൂടെയുള്ള അവൻ്റെ സുഹൃത്തുക്കളാണെങ്കിലോ പണത്തിന് ആഗ്രഹിച്ച് പല പല തെറ്റുകളും ചെയ്തു. അതിൽ അവർക്ക് കിട്ടേണ്ട ശിക്ഷയും കിട്ടി. അതുപോലെ സമ്മറിൻ്റെ മരണത്തിൽ സമ്മറിനെ കൊല്ലുന്ന സമയത്ത് അലനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അലനും ഒരു ബ്രെയിൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവനും കാലിങ്ങനെ മുടന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അവർ അയൽക്കാരൻ അങ്ങനെ മുടന്നി നടക്കുന്ന ഒരാളെ കണ്ടു എന്ന് പറഞ്ഞത്. അതുപോലെ ബില്ലി കേസിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സമ്മറിൻ്റെ ഭർത്താവായിട്ടുള്ള സാമിൻ്റെ വീട്ടിൽ നിന്നും ആ വിഗിൽ വെച്ച മുടിയുണ്ടല്ലോ അത് കൊണ്ടുവന്ന് അവളുടെ അടുത്ത് ഇട്ട് കൊടുത്തത്. കാരണം അവനെ ഈ കേസിൽ ഫ്രെയിം ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഹീറോ സത്യം കണ്ടുപിടിച്ചപ്പോൾ ഹീറോയെ കൊല്ലാൻ വേണ്ടി വരെ ഇവർ ശ്രമിച്ചു. അവസാനം നടന്നത് എന്താണെന്ന് നിങ്ങൾ കാണുകയും ചെയ്തു. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.
അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.